ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഒഴിവ് വന്ന പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ചാണ്ടിയുമ്മൻ കോൺഗ്രസ് കളത്തിലേക്ക് ഇറങ്ങുമോ എന്ന രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വൈകാനിടയില്ലെന്ന വിലയിരുത്തുന്ന CPMന്റെ ആദ്യ പരിഗണനയിൽ ജേക്സി തോമസ് ആണ് ഉള്ളത്. 1970 കോൺഗ്രസിന്റെ കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കാലത്ത് പുതുപ്പള്ളിയെ ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയും ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് 12 തവണയും പുതുപ്പള്ളിക്ക് ഒരേ ഒരു തെരഞ്ഞെടുപ്പേ ഉണ്ടായിട്ടുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ഇനി ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് കളം പാകമായില്ലെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കളോ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളോ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ലെങ്കിലും ചർച്ചകൾ സജീവമാണ്. സമീപകാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ കോൺഗ്രസിന്റെ പ്രധാന പരിഗണന കുടുംബാംഗങ്ങൾക്ക് തന്നെയാണ്. സാധ്യതാ ചർച്ചകളിൽ മുന്നിൽ നിൽക്കുന്നത് മകൻ ചാണ്ടിയുമ്മൻ തന്നെയാണ്. രാഷ്ട്രീയ പരിചയം ചാണ്ടിക്കുണ്ടെങ്കിലും ജനസ്വീകാര്യതയിൽ മകൾ അച്ചുമ്മൻ പിന്നിലല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. വിലാപയാത്രയിൽ ഉടനീളം ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ജനസ്വീകാര്യത പുതുപ്പള്ളിക്ക് പുറത്തും പാർട്ടിക്കകത്തും ശ്രദ്ധയേറിയ കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ മത്സരിക്കുന്ന കാര്യത്തിൽ സാധ്യത കുറവാണ്. തെരഞ്ഞെടുപ്പ് വൈകില്ലെന്ന വിലയിരുത്തലാണ് CPM. അടുത്ത മാസം ആദ്യം നടക്കുന്ന നേതൃയോഗത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കാനാണ് പാർട്ടി ധാരണ. സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങുന്നത് ജേക്സി തോമസിലാണ്. കഴിഞ്ഞ 2 തവണയും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച ജേക്ക് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 2016 27,092 വോട്ടിൽ നിന്ന് 8,990 വോട്ടിലേക്ക് കുറയ്ക്കാൻ സാധിച്ചിരുന്നു. 1970 ആദ്യ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് ഇതിൽ കുറവ് ഭൂരിപക്ഷം കിട്ടിയത്. സഹതാപ തരംഗമെന്ന യാഥാർത്ഥ്യത്തിനിടയിലും പ്രതീക്ഷ നൽകുന്ന കണക്കുകൂട്ടലിലാണ് CPM പുതുപ്പള്ളിയിലേക്ക് നീങ്ങുന്നത്.